അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തും മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ, ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറ ഹദീദ് ആരംഭിക്കാൻ പോവാണ്. പിന്നെ ഈ സൂറത്ത് മദീനയിലാണ് അവതരിച്ചത്. പിന്നെ ഏകദേശം ഉഹുദ് യുദ്ധത്തിൻ്റെയും ഹുദൈബിയ സന്ധിയുടെയും ഇടയിൽ അവതരിച്ച സൂറത്താണ്. ഞാനങ്ങനെ പറയാൻ കാരണം ഈ സൂറത്ത് പിന്നെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ധാരാളം സമർപ്പണം ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ പിന്നെ വളരെ കുറച്ച് റിസോഴ്സുകളും വളരെ കുറച്ച് സമ്പത്തും ധാരാളം ഉള്ള വിശ്വാസികൾക്ക് ധാരാളം ത്യാഗങ്ങൾ ആവശ്യമുള്ള ഒരു സന്ദർഭത്തെയാണ് ഈ സൂറത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ പിന്നെ 3 തരം വിശ്വാസികളെ ആ സമയത്ത് ഉണ്ടായിരുന്നു, അവരെ ഈ സൂറത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് എല്ലാത്തിനും തയ്യാറായവരാണ്. എന്ന് വെച്ചാൽ പിന്നെ ഇസ്ലാം പറയുന്ന ഏത് ത്യാഗത്തിനും തയ്യാറായ വിശ്വാസികൾ. രണ്ടാമതൊരു വിഭാഗം പിന്നെ പൂർണ്ണമായും എല്ലാത്തിനും തയ്യാറാകാത്തവരാണ്. എന്ന് വെച്ചാൽ അവർ കപടവിശ്വാസികളല്ല, കപടവിശ്വാസികളാണ് മൂന്നാമത്തെ വിഭാഗം. കപടവിശ്വാസികളല്ല, എന്നാൽ പിന്നെ മൊത്തത്തിൽ സ്വന്തത്തിന് കൊടുക്കാൻ കഴിയാത്ത പല കാരണങ്ങൾ കൊണ്ടും, അവരുടേതായ സ്വാർത്ഥത കൊണ്ടും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും കൊടുക്കാൻ പറ്റാത്തവർ. ഇങ്ങനെ 3 പേരെയും ഈ സൂറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ ആദ്യത്തെ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണം, 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. അതിൽ ഈ പൂർണ്ണമായും സമർപ്പിക്കാത്ത വിശ്വാസികളോടാണ് അള്ളാഹു പിന്നെ പറയുന്നത്. നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നേർക്ക് നേരെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കപടവിശ്വാസികളല്ല, എന്നാൽ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് നമ്മളെ പൂർണ്ണമായും കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര മുസ്ലിം വിശ്വാസികൾ അല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇടയ്ക്ക് ഈമാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്ന നമ്മൾ. അങ്ങനത്തെ മുസ്ലിങ്ങളെ അള്ളാഹു എന്ത് വെച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് എന്നതാണ് ആദ്യത്തെ 6 ആയത്തിൽ അള്ളാഹു നമുക്ക് പിന്നെ പഠിക്കാൻ ഉള്ളതിൽ പ്രധാന വിഷയം. 1-ാമത്തെ ആയത്ത് നോക്കിയാൽ സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്. അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് സബ്ബഹ, തസ്ബീഹ് എന്ന് പറയുന്നതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ വളരെ ലളിതമായ അർത്ഥം എന്ന് പറയുന്നത് സുബ്ഹാൻ എന്ന് പറയുന്നത് പൂർണ്ണത, ഒരു തരത്തിലും കുറവില്ലാത്ത അള്ളാഹുവിൻ്റെ സവിശേഷതയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി പറയുന്നതാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. അപ്പോൾ സബ്ബഹ എന്ന് പറയുന്നത് അള്ളാഹിനെ പ്രകീർത്തിക്കലാണ്, അള്ളാഹിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിയിട്ട് ഒരാൾ പറയുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർളാണ്. മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ ആരാണ്, അൽ അസീസാണ്. അസീസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ച പിന്നെ അള്ളാഹിൻ്റെ നാമമാണ്. അസീസ് എന്ന് പറയുന്നത് ഇസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മറികടക്കാൻ കഴിയാത്ത ശക്തിയാണ് അൽ അസീസ്. അതേപോലെ തന്നെ ഇസ്സത്ത് വരുന്നത് അതിൽ നിന്നുകൊണ്ടാണ്, അന്തസ് ഒക്കെ വരുന്നത് അതിൽ നിന്നുകൊണ്ടാണ്. അപ്പം വഹുവൽ അസീസുൽ ഹക്കീം, അൽ ഹക്കീം എന്ന് പറയുന്നത് ഹക്കം എന്ന് പറയുന്നത് പിടിച്ചു വെക്കുക എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം. അതിൽ നിന്നുകൊണ്ട് 2 പിന്നെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്താണ്, വിവേകമാണ്. വിവേകം എന്ന് പറയുന്നത് നമുക്ക് പലതരം ചിന്തകളുണ്ടാവും, ആ ചിന്തകളെ പിടിച്ചു വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിനെയാണ് വിസ്ഡം, വിവേകം എന്ന് പറയുന്നത്. അള്ളാഹ് അൽ ഹക്കീമാണ്. അതേപോലെ പിന്നെ അള്ളാഹു ഹുക്മ് എന്ന് വെച്ചാൽ പിന്നെ ന്യായം, പിന്നെ നീതി പുറപ്പെടുവിക്കും, ന്യായം ഇതാക്കുന്നത്. അതെന്തുകൊണ്ട്, എന്താണ്, പിടിച്ചു വെച്ചുകൊണ്ടാണ്. 2 കാര്യങ്ങൾ കേട്ടിട്ട് പിടിച്ചു വെച്ച് പ്രവർത്തിക്കുന്നതിനെയാണ്. അപ്പോൾ അള്ളാഹു അൽ അസീസും അൽ ഹക്കീമുമാണ്. നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് കോണ്ടെക്സ്റ്റ് ആണ്. ഇത് ആരോടാണ് പറയുന്നത്, എല്ലാം സമർപ്പിക്കാൻ പൂർണ്ണമായും കഴിയാത്ത വിശ്വാസികൾക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് പ്രപഞ്ചം മുഴുവൻ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നു എന്നുള്ളതും അവൻ അസീസും ഹക്കീമുമാണ് എന്നുള്ളതുമാണ്. 2-ാമത്തെ ആയത്തിൽ ലഹു മുൽക്കു സമാവാതി വൽ അർള്,
സമാവാത്തും അർളും തന്നെയാണ് ഇവിടെയും വിഷയം. ആദ്യത്തെ വിഷയം സമാവാത്തിലെയും അർളിലെയും എല്ലാവരും എന്ത് ചെയ്യുന്നു? അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നു. അള്ളാഹു പിന്നെ ഇവിടെ പറയുന്നത് അവനാണ് മുൽക്ക്. മുൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയാണ്. സമാവാത്തിൻ്റെയും അർളിൻ്റെയും മുൽക്ക് ആർക്കാണ്? ഉടമസ്ഥത അള്ളാഹുവിനാണ്. യുഹീ വ യുമീത്ത്, അവനാകുന്നു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഹയാത്ത് എന്ന് പറയുന്നതും മൗത്ത് എന്ന് പറയുന്നതും ഖുർആൻ്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. ശരിക്കും നമ്മൾ ആലോചിച്ചാലും മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത രണ്ട് കൺസെപ്റ്റുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതവും മരണവും. എങ്ങനെ ഒരാൾ ജീവൻ, ശരീരത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും മരണം എന്നുള്ളതും എന്താണ് എന്നുള്ളത്. അപ്പം നമ്മളിവിടെ പറയുന്നത് പിന്നെ ശരീരത്തിന് ചലനം വെക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ജീവൻ. അതേപോലെ തന്നെ ഖുർആനിൽ ജീവന് വേറെ കുറേ അർത്ഥങ്ങളുണ്ട്. ഇപ്പം ഭൂമിക്ക് ജീവൻ വെക്കുന്നു എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്താണ്? വരണ്ട ഭൂമിക്ക് പിന്നെ അതിലേക്ക് പിന്നെ മഴ വരുമ്പോൾ അതിന് ജീവൻ വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചവർ എന്ന് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? നിലപാടില്ലാത്ത, ആദർശമില്ലാത്ത, പിന്നെ എന്താ വെച്ചാൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവരെ കുറിച്ച് അള്ളാഹു എന്ന് പറയുന്നുണ്ട്, മരിച്ചവർ. അപ്പം ഖുർആനിൽ ഈ അർത്ഥത്തിലൊക്കെ ജീവൻ മരണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ യുഹീ വ യുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എന്ത് ചെയ്യുന്നു? അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഖദീർ. ഖദീർ എന്ന് പറയുന്നത് പിന്നെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഖദർ എന്ന് പറയുന്നത് അളക്കുക എന്നർത്ഥമുണ്ട്. അപ്പം അള്ളാഹു പ്രപഞ്ചത്തിലെ എല്ലാം അളന്ന് മുറിക്കുന്നവനാണ് ഖദീർ. അതേപോലെ എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന അർത്ഥവും ഖദീറിനുണ്ട്. അപ്പം പിന്നെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹിനെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഞാനത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിലേക്ക് കൂടെ പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോകുന്നത്. മൂന്നാമത്തെ ആയത്തിൽ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, ഭയങ്കര ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ആയത്തുകളിൽ ഒന്നാണ്. പിന്നെ 1000 ആയത്തുകളുടെ അതേ പിന്നെ എന്താ മൂല്യമുള്ള ആയത്ത് എന്ന് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹുവൽ അവ്വൽ, അവൻ എന്താണ്? ഏറ്റവും ആദ്യം അവനാണ്. വൽ ആഹിർ, ഏറ്റവും അവസാനവും അള്ളാഹുവാണ്. അല്ലാഹിർ, എല്ലാത്തിനേക്കാൾ പ്രത്യക്ഷമായത് അവനാണ്. വൽ ബാത്തിൻ, എല്ലാത്തിനേക്കാൾ പരോക്ഷവും ആരാണ്? അള്ളാഹുവാണ്. വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എന്താണ്? എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. നാലാമത്തെ ആയത്ത് ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, വീണ്ടും സമാവാത്തും അർളാണ്. അപ്പം സമാവാത്തും അർളിലെയും എല്ലാവരും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നു. സമാവാത്തും അർളിൻ്റെയും മുൽക്ക് അള്ളാഹ്ക്കാണ്. അവിടെ ഉള്ള എല്ലാത്തിനെയും ജീവിപ്പിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് അവനാണ്. അതേപോലെ ഖലഖസ് സമാവാതി വൽ അർള്, അവനാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സൃഷ്ടിച്ചത്. ഫി സിത്തത്തി അയ്യാം, 6 നാളുകളിൽ. സുമ്മസ്തവാ അലൽ അർഷ്, അതിനുശേഷം അവൻ എന്ത് ചെയ്തു? സിംഹാസനസ്ഥനായി. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. യഅലമു മാ യലിജു ഫിൽ അർള്, യലിജു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നതിനെയാണ് പറയാ. യലിജു ഫിൽ അർള്, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതിനെയും വമാ യഖ്റുജു, അതിൽ നിന്ന് പുറത്തു വരുന്നതും എന്ത് ചെയ്യുന്നു? അവൻ അറിയുന്നു. വമാ യൻസിലു മിനസ് സമാ, ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും വമാ യഅറുജു ഫീഹ, അതിലേക്ക് കയറി പോകുന്നതും അവൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പോൾ അവിടെയും സമാവും അർളുമാണ് നമ്മളെ കോണ്ടെക്സ്റ്റ്. വഹുവ മഅക്കും ഐനമാ കുൻതും, അവൻ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ പിന്നെ ഉൾക്കാഴ്ചയോടുകൂടി അറിയുന്നവനാണ്. 5-ാമത്തെ ആയത്ത് ലഹു മുൽക്കു സമാവാത്തി വൽ അർള്, ഒന്നും കൂടി പറയുകയാണെന്ത്? അവനാണ് സമാവാത്തിൻ്റെ അർളിൻ്റെയും പിന്നെ ഉടമസ്ഥത. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, അവനിലേക്കാണ് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? മടക്കപ്പെടുന്നത്. 6-ാമത്തെ ആയത്ത് യൂലിജുൽ ലൈല ഫിന്നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈലി. അപ്പോൾ യൂലിജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ഓൾറെഡി പഠിച്ചു, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നത്, വലജ് ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ എന്താണ്? യൂലിജുൽ ലൈല വന്നഹാർ, രാത്രിയെ എന്ത് ചെയ്യുന്നു? പകലിലേക്ക് പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതും അവനാണ്. വഹുവ അലീമും ബിദാത്തി സുദൂർ, അവൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളത് അവൻ അറിയുന്നു. അപ്പോൾ അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് വിഷയം? മനുഷ്യരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് വിഷയം. അതിന് മരുന്നായിട്ട് പറയുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഇതിൻ്റെ ഒരു ആകത്തുക എന്താണ്?
അള്ളാഹു അസീസും ഹക്കീമുമാണ് എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് പറയുന്നു. അതോടൊപ്പം 2 വിഷയങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്നാമത്തെ വിഷയം എന്താണ്? ഒന്നാമത്തെ വിഷയം സൃഷ്ടികൾ എത്തേണ്ട ഒരു നിലപാട് തസ്ബീഹാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. എല്ലാ സൃഷ്ടികളും എത്തേണ്ടുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് തസ്ബീഹാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, എന്തുകൊണ്ട് സൃഷ്ടികൾ ആ തസ്ബീഹ് എന്ന നിലപാടിൽ എത്തണം എന്നതിൻ്റെ യുക്തിയാണ്. ആ യുക്തിയാണ് ബാക്കിയുള്ള ആയത്തിലൊക്കെ പറയുന്നത്. അല്ല ഇന്നതാണ്, അല്ല ഇന്നതാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ എത്തേണ്ട നിലപാട് എന്താണ്? തസ്ബീഹിൻ്റെ നിലപാടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെ പ്രചോദിപ്പിക്കാൻ, അവനെ സമർപ്പിത ബോധമാക്കുന്നവനാകാൻ, എല്ലാം ത്യജിക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മൾ പല രീതിയിൽ ആൾക്കാരോട് കാര്യം പറയും, സ്വർഗം, നരകം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഖുർആൻ നിരന്തരം ഉപയോഗിക്കുന്ന മരുന്ന്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്ന് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹിനെ അറിയാമെന്ന് നമ്മൾ ആദ്യം കരുതുന്ന ഒരു വിഭാഗമാണ് നമ്മളൊരു വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ജന്മം കൊണ്ട് മുസ്ലിം ആയവരുടെ ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹിനെ നമുക്ക് അറിയാം എന്നും വിചാരിക്കുകയാണ്. ഖുർആൻ നിരന്തരം എത്രയോ ആയത്തുകൾ ഉപയോഗിച്ച് പല രീതിയിൽ എന്താ ചെയ്യുന്നത്? അള്ളാഹിനെ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഖുർആന്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവാണ്. നമ്മളിനി വേറെ എന്തൊക്കെ വിഷയം പറഞ്ഞാലും ഖുർആനിൽ നിങ്ങൾ ആകെ കൂടെ എണ്ണിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഷയം അള്ളാഹുമാണ്. ആദ്യം കൃത്യമാകേണ്ട വിഷയവും അള്ളാഹുവാണ്. നമ്മളെ പഠനങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം ഞാൻ മുന്നേയും ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ പഠനങ്ങളെയൊക്കെ പ്രശ്നം നമ്മൾ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് തുടങ്ങുക, അള്ളാഹിനെ അറിഞ്ഞിട്ടല്ല തുടങ്ങുക. അള്ളാഹ് പറഞ്ഞ നിയമങ്ങൾ പഠിച്ചുകൊണ്ടാണ്. എങ്ങനെ നിസ്കരിക്കണം എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്നത് പഠിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് പഠിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രചോദിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അള്ളാഹ് കൃത്യമായി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം കൃത്യമാകും, നിലപാട് കൃത്യമാവും, ആത്മവിശ്വാസം കൃത്യമാവും. ഒരു വിശ്വാസിൻ്റെ കണ്ണുകളോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയും. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കും, പ്രവാചകരെ എനിക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വലിയ അറിവ് തരാൻ പറയും. എന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ, കുറച്ചും കൂടി ഒരു നല്ല ഭയങ്കരമായ അറിവ് തരാൻ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കും, താങ്കൾക്ക് ഇപ്പം അറിഞ്ഞ മഹത്തായ അറിവ് കൊണ്ട് താങ്കൾ എന്താണ് ചെയ്തത്? എന്നിട്ട് എന്തിനാണ് പുതിയൊരു അറിവ് ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പ്രവാചകനോട് ചോദിക്കും, എന്താണ് ആ മഹത്തായ അറിവ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ അവൻ അർഹിക്കുന്നത് പോലെ അറിയലാണ് ഏറ്റവും മഹത്തായ അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. ബാക്കി എല്ലാ അറിവും, ഇത് കുറേ പാഠങ്ങൾ നമുക്കിതിൽ തരുന്നുണ്ട്. നിങ്ങൾ ധാരാളം എസ്സേയും തിസീസും ഫിലോസഫിയൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കേണ്ടതൊന്നും ആവശ്യമില്ല. അള്ളാഹ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ വിഷയവും എന്ത് ചെയ്യും? നമുക്ക് ക്ലിയർ ആകും എന്നുള്ളതാണ്. നമ്മുടെ ഈ ആയത്തുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് ഒരു പോയിന്റ് അല്ല പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് പല പോയിന്റാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഉടമസ്ഥതയുണ്ട് എന്ന് മാത്രമല്ല പറയുന്നത്, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. അള്ളാഹ് ആദ്യം ഉള്ളവനാണ്, അള്ളാഹ് സൃഷ്ടിച്ചവന്, പല പോയിന്റുകളാണ് പറയുന്നത്. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ അനലൈസ് ചെയ്താൽ നമ്മൾ അള്ളാഹിനെ എപ്പോഴും ആലോചിക്കുന്നത് ചിലപ്പം ഒരറിവിലായിരിക്കും. ഒരു ഉദാഹരണത്തിന്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നൊരു പോയിന്റിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ 10-20 വർഷമോ 30 വർഷമോ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് അള്ളാഹിനെ അറിയുന്ന ഒരു മേഖല ചിലപ്പം പ്രാർത്ഥനയുടെ ഒരു മേഖലയായിരിക്കും. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഖുർആൻ പറയുന്നത് നമ്മളെ ഓരോ നിമിഷവും ഓരോ മേഖലയിലും അറിയാൻ മാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ട്. ആ മേഖലയിലൊക്കെ നമ്മൾ പോകുമ്പം ഓരോ നിമിഷവും നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹിനെ ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം വളരെ കൃത്യമാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാം. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് വിശ്വാസിയുടെ ഹാവഭാവങ്ങളുണ്ട്, പക്ഷെ ഭൗതികമാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളെ കാണുമ്പോൾ വിശ്വാസിനെ പോലെ ഉണ്ട്, ചിലപ്പോൾ മുഖത്തൊക്കെ നോക്കിയാൽ വിശ്വാസിയെ പോലെ ഉണ്ട്, നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ കാഴ്ചപ്പാട് ഭൗതികമാണ്. കാഴ്ചപ്പാട് ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഒരു വയനാട് സംഭവം വന്നു, പെട്ടെന്ന് കുറേ ആൾക്കാർ മരിച്ചു, അള്ളാഹ് ആകെ കൂടെ എന്താ സംഭവിക്കുന്ന? ആ പാവങ്ങളെ സഹായിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ റഹ്മത്ത് എന്താ ഇറങ്ങാത്തത്? ഗസ കണ്ടു, കുറേ കുട്ടികൾ മരിക്കുന്നു, അള്ളാഹ് എവിടെ? റഹ്മത്ത് എവിടെ? ഇത് ഭൗതികമാണ്, നമ്മുടെ കാഴ്ചപ്പാട് ഭൗതികമാണ്, നമ്മുടെ ഹാവഭാവങ്ങൾ എന്താണ്? ഇസ്ലാമികമാണ്. അതുകൊണ്ടാണ് ഖുർആൻ നിരന്തരം ഈ പോയിന്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ ആയത്തിലേക്ക് വന്നാൽ
4 ഏരിയകളാണ് ഈ ആയത്തിലുള്ളത്. അള്ളാഹിനെ കുറിച്ചുള്ള അറിവിൻ്റെ 4 ഏരിയകളാണ്. ഒന്നാമത്തെ ഏരിയ അധികാരവും നിയന്ത്രണവുമാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. മാത്രമല്ല ഈ ആയത്തുകളുടെ പ്രധാന വിഷയവും അധികാരവും നിയന്ത്രണവുമാണ്. എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ? മുൽക്ക്, ഉടമസ്ഥത; അസീസ്, തോൽപ്പിക്കാൻ കഴിയാത്തവൻ; ബസീർ, ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ, നിയന്ത്രണമാണ്. അതേപോലെ ഹയാത്തും മൗത്തും അവൻ്റെ കയ്യിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പം ജനിക്കും എപ്പം മരിക്കും എന്നുള്ളത് അവൻ്റെ ഇതിലാണ്. അപ്പം അതാണ് തരുന്നത്. ഖലക്ക്, അവനാണ് സൃഷ്ടിച്ചത്. അർഷ് എന്ന് ഖുറാനിൽ ഉപയോഗിക്കുന്നത്, അത് നമ്മൾ പിന്നെ ഖുറാന്റെ ഭാഷാ പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഖുറാനിൽ അള്ളാഹിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അള്ളാഹ് നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല, വലം യക്കുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്നുണ്ട്. സത്താപരമായിട്ട് നമ്മളുമായിട്ട് അള്ളാഹ്ക്ക് ഒരു ബന്ധവുമില്ല. അതേപോലെ തന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അള്ളാഹ് നമ്മുടെ ഏറ്റവും ഐനമാ കുൻതും, എന്താണ്, അള്ളാഹ് നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്. 2 അറിവാണ്. ഒന്നാമത്തെ അറിവ് എന്താണ്? അള്ളാഹ് നമ്മളുമായിട്ട് ഒരു തരത്തിലും സത്താപരമായിട്ട് നമ്മളെപ്പോലെ അല്ല, അള്ളാഹ് സൃഷ്ടിയെ പോലെയല്ല സൃഷ്ടാവ്. ഇതൊരു അറിവാണ്. അതുമാത്രമാകുന്നു മുസ്ലിങ്ങളുടെ അറിവ് എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹം, വൈകാരികത ഫീൽ ചെയ്യാത്തത്. അതേ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ത്? നിങ്ങളുടെ ഏറ്റവും അടുത്ത് എന്തുണ്ട്? അള്ളാഹുണ്ട്. അർശ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അള്ളാഹ് ഏതോ മുകളിൽ പോയിരിക്കുന്നു എന്നത് പറയാനല്ല. അള്ളാഹ് നമ്മളിൽ നിന്നും സൃഷ്ടിയിൽ നിന്നും വളരെ മഹത്തമായിട്ടുള്ള, നമ്മളുമായിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നിടത്തൊക്കെയാണ് ഖുർആനിൽ അർശ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ നിയന്ത്രണവും അധികാരവും പഠിപ്പിക്കുന്ന പ്രയോഗമാണ് റജ. അമ്രെല്ലാം അള്ളാഹുവിലേക്ക്, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നടന്ന ഒരു വിഷയം, നമ്മളെ ജോലി സ്ഥലത്ത് ഇന്ന് നടന്ന ഒരു സംഭവം, എല്ലാം തിരിച്ച് അള്ളാഹുവിലേക്ക് ആ നിയന്ത്രണം എന്ത് ചെയ്യുന്നു? പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനസ്സ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറെ തന്നെ ഒരു സാധനം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പ്രകൃതിയിലുള്ള അള്ളാഹിന്റെ നിയന്ത്രണം, അതാണ് യൂലിജുൽ ലൈല ഫിന്നഹാർ. പ്രകൃതി നമ്മൾ കാണുന്ന എല്ലാം രാത്രിയും പകലുമൊക്കെ അവന്റെ നിയന്ത്രണത്തിലാണ്. ഇത് അധികാരവും നിയന്ത്രണവുമാണ്. അതേപോലെ നിങ്ങളുടെ സദറിന്റെ ഉള്ളിലുള്ള കാര്യം എന്ത് ചെയ്യുന്നു? അള്ളാഹ് അറിയുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹിന്റെ അധികാരവും നിയന്ത്രണവുമാണ്. 2, അള്ളാഹിനെ കുറിച്ച് ഈ ആയത്തുകൾ തരുന്ന ഒരു മേഖല അവന്റെ ആസൂത്രണമാണ്. അള്ളാഹിന്റെ ഈ ഭൂമിയിലുള്ള ആസൂത്രണമാണ്. അതെന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഒന്ന് ഹക്കീം. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകം. അള്ളാഹ് ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ നടപടികളും അവന്റെ ഓരോ നിയമങ്ങളുടെയും ബേസ് എന്താണ്? വിസ്ഡമാണ്, വിവേകമാണ്, യുക്തിയാണ്. 2, ഖദീർ. അവൻ ഓരോന്ന് ചെയ്യുന്നതും അളന്നു മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹിനെ കുറിച്ചൊരു ബോധം തരുന്നുണ്ട്. അതേപോലെ തന്നെ യലിജു യഹ്റുജു, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും, ആകാശത്തിൽ നിന്നും താഴേക്ക് വരുന്നതും അതിലേക്ക് പോകുന്നതും പല കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ആവി പോകുന്നു, മഴവെള്ളം വരുന്നു, ടെമ്പറേച്ചർ, പ്രഷർ, ധാരാളം കാര്യങ്ങൾ നിരന്തരം ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രപഞ്ചത്തിൽ മൂവ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹിന്റെ ആസൂത്രണത്തിൽ വളരെ കൃത്യമായ പ്ലാനിൽ നടക്കുന്നു എന്നുള്ളത് പറയുന്നതാണ് 2ാമത്തെ പോയിന്റ്. അതേപോലെ 3ാമത്തെ മേഖല എന്ന് പറയുന്നത് അള്ളാഹിന്റെ പ്രസൻസ് ആണ്. അള്ളാഹ് എവിടെയാണ്, അള്ളാഹിനെ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക? അത് പറയുന്ന പ്രയോഗമാണ് ഹുവൽ അവ്വലു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും, പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ അള്ളാഹു ഉണ്ട്. വൽ ആഹിറു, നമ്മൾ ആരും ഇല്ലെങ്കിലും എല്ലാവരും തീർന്നു പോയാലും അള്ളാഹു ആണ് ഉണ്ടാകുക. ഇനിയുള്ള 2 പ്രയോഗമാണ്. വല്ലാഹിറു, അള്ളാഹിനെ കാണാൻ കഴിയൂല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ കാണാൻ കഴിയില്ല. ഖുർആൻ പറയുന്നത് അള്ളാഹിന്റെ അത്ര കാണാൻ കഴിയുന്ന ഒന്നുമില്ല എന്നാണ്. ഭയങ്കര പ്രയോഗമാണ്. അള്ളാഹ് അത്രയും കാണാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത് എന്ന് വേണം അതിനെ വായിക്കാം. അള്ളാഹിന്റെ അത്ര മാനിഫെസ്റ്റ് ആയിട്ടുള്ള, അള്ളാഹിന്റെ അത്ര പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യം ലോകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെയും അസ്തിത്വം ഉണ്ടാകുന്നത് തന്നെ അള്ളാഹിന്റെ അസ്തിത്വം ഉള്ളതുകൊണ്ടാണ്. അതേപോലെ അള്ളാഹ് നമ്മൾ എത്ര അന്വേഷിച്ചാലും പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാത്തൊരു ശക്തിയാണ് വൽബാത്തിൻ, അള്ളാഹിന്റെ പ്രസൻസ് ആണ് പറയുന്നത്. അതേപോലെ മഅക്കും, അവൻ എന്താണ്? നിങ്ങളുടെ കൂടെയാണ്. ഇതാണ് 3ാമത്തെ വിഷയം.
നാലാമത്തെ വിഷയം അള്ളാഹിന്റെ അറിവാണ്. അറിവ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ? അൽ അലീം എന്ന പദം ഉപയോഗിക്കുന്നു, അൽ ബസീർ എന്ന പദവും ഉപയോഗിക്കുന്നു. ഇതിൽ നമുക്ക് തരുന്നൊരു പാഠം, ഈ ആയത്തുകൾ നമുക്ക് തരുന്നൊരു പാഠം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഓരോ പോയിന്റും നമ്മുടെ മനസ്സിലും ഇറങ്ങുമ്പം നമ്മുടെ മനസ്സിലൊരു ലോകമുണ്ടാവും. നമ്മളെല്ലാവരും മനസ്സിലൊരു ലോകമുണ്ട്. ആ ലോകം വെച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ലോക കാഴ്ചപ്പാട് എന്ന് പറയില്ല, വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഗസയെ നോക്കുന്ന പോലെ ആയിരിക്കൂല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഗസയെ നോക്കുക. രണ്ടാൾ നോക്കുന്ന രണ്ട് തരത്തിലായിരിക്കും. ഞാൻ നോക്കുമ്പം അവിടെ കുറേ ശുഹദാക്കളെ കാണുന്നുണ്ടാവും, ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. എൻ്റെ നോട്ടം എന്തിൽ നിന്നാണത് വരുന്നത്? സ്വർഗം എൻ്റെ മനസ്സിലുണ്ട്, ശുഹദാക്കളെ സ്വീകരിക്കുമെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്, പിന്നെ അവർ ചെയ്യുന്നത് ത്യാഗമാണ് എന്ന മനസ്സിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു മനസ്സിൻ്റെ വെച്ചുകൊണ്ട് ഞാൻ നോക്കുമ്പം ഒരു കാഴ്ചയാണ് കാണുക. ഇതൊന്നും ഇല്ലാത്തൊരാൾ അവിടെ നോക്കുമ്പം കുറേ തീവ്രവാദികൾ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അവിടുന്ന് അവർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. രണ്ടാളും നോക്കുന്നത് രണ്ട് നോട്ടാണ്. എന്തുകൊണ്ടാണ് ആ രണ്ട് നോട്ടാകുന്നത്? രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ലോകം വ്യത്യസ്തമാണ്. അള്ളാഹു ഖുർആനിൽ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലെ ലോകം അള്ള നിറഞ്ഞതാക്കാനാണ് ശ്രമിക്കുന്നത്. അള്ള നിറഞ്ഞ ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു അടുത്തുള്ള ഒരു ലോകം. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ള ഉണ്ട് എന്ന ലോകം. നമ്മൾ എവിടെ പോകുമ്പോഴും ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ലോകം. എന്തും അള്ളാഹിൻ്റെ ഉടമസ്ഥതയുള്ള ലോകം. എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ ഹൃദയമിടിപ്പ് എല്ലാം അള്ളാഹിൻ്റെതായ ഒരു ലോകം. അള്ളയാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് അറിയുന്ന ലോകം. ഇങ്ങനെ ലോകമുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം വ്യത്യസ്തമാവും. നമുക്ക് ജോലി പോയാൽ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് വ്യത്യാസമാവും. നമ്മൾ ഓരോ പ്രതിസന്ധിയിലും ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എങ്ങനെ തളരുക ആലോചിച്ച് നോക്കുക. നമുക്കറിയാം എന്ത് അള്ളയാണ് ഇത് നിയന്ത്രിക്കുന്നത്, ആ അള്ളഹാനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഞാൻ തളരുക എന്നുള്ളത് എന്ത് ചെയ്യും? തികച്ചും വ്യത്യസ്തമായൊരു മാനസികാവസ്ഥ നമുക്ക് തരും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. ഇനി ഈ ആയത്തുകളിൽ അള്ളാഹിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഓർഡറും വളരെ പ്രധാനമാണ്. അള്ളാഹിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോന്നും ധൈര്യമാണ് നമുക്ക് തരിക. അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, അൽ അസീസ്. പിന്നെ പറയുന്നത് അവൻ്റെ നിർദ്ദേശങ്ങൾക്കൊരു യുക്തിയുണ്ട്. ഞാൻ പറഞ്ഞ എന്താണ്? മദീനയിൽ ഇസ്ലാം പറയുന്നതിനോട് സമർപ്പിക്കാൻ പൂർണ്ണമായും കഴിയാത്ത വിശ്വാസികളോട് അള്ള പറയാണെന്ത്? നിങ്ങൾ സമർപ്പിച്ചോളൂ. നിങ്ങൾ സമർപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ അവനെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല, അവൻ അസീസാണ്. അതേപോലെ ഞാൻ സമർപ്പിക്കാൻ പറയുമ്പം അതിൻ്റെ പുറകിൽ ഒരു യുക്തിയുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യാണ്? അവരെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നാൽ ഈ ആയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാവാത്തും അർളും 3 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സമാവാത്തും അർളും 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതിൽ സമാവാത്തും അർളും എന്ന് പറയുന്നത് അള്ള ഉള്ള ഒരൊറ്റ സ്ഥലമല്ല, അള്ള ഉള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ്. സമാവാത്തും അർളും എന്ന് പറയുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്ന നമ്മുടെ കോണ്ടെക്സ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? താഴെ നമ്മൾ നിൽക്കുന്ന അർളും മുകളിലുള്ള സമാവാത്തുമാണ്. നമ്മൾ എങ്ങനെ ഈ നമ്മുടെ പ്രപഞ്ചത്തെ ഫീൽ ചെയ്യുന്നോ അതനുസരിച്ചുകൊണ്ടാണ് അള്ള ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അള്ളാഹു ആരാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അള്ള കുറേ പ്രപഞ്ചങ്ങളുടെ എല്ലാ സൃഷ്ടിച്ച പ്രപഞ്ചങ്ങളുടെയും ഇതാണ്. അള്ള ഇവിടെ ആരെയാണ് പ്രചോദിപ്പിക്കാൻ നോക്കുന്നത്? സമാവാത്തും അർളും ഫീൽ ചെയ്യുന്ന നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അള്ള പറയുന്നത് കൊണ്ടാണ് 3 പ്രാവശ്യം സമാവാത്തും അർളും ഉപയോഗിച്ചത്. രണ്ടാമത് ഇവിടെ പ്രയോഗിച്ച ഒരു പ്രയോഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകാം. 6 നാൾ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് 6 നാൾ അതെന്തുകൊണ്ടാണ് 7 ആകാത്തത്? 6 നാൾ കൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ ഖുർആൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഖുർആനിൽ എണ്ണങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ കണക്കിലുള്ള എണ്ണമല്ല എന്ന് മാത്രമല്ല, ആ എണ്ണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടിയല്ല പറയുന്നത്. ഒരു ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഖുർആനിൽ 19 മലക്കുകൾ എന്ന് പറയുന്നുണ്ട്. 19 എന്തുകൊണ്ട് 20 മലക്കുകൾ ഇല്ലാത്തതെന്ന് അങ്ങനെ ചോദിക്കുന്നവരെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? അനാവശ്യമായിട്ട് അതിൻ്റെ ബാക്കിൽ പോകുന്നവർ എന്ന് പറയുന്നുണ്ട്. ഒരു ഓർഡർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ തന്നെ അള്ള പറയുന്നതാണ് എന്ത്? കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആകണം എന്ന് വിചാരിച്ചാൽ അതപ്പോൾ ആകും. അതേ അള്ളയാണ് പറയുന്നത് എന്ത്? ഞാൻ 6 നാൾ കൊണ്ട്
സൃഷ്ടിക്കുന്നു. 6 നാൾ കൊണ്ട് സൃഷ്ടിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. ഒരു ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സൃഷ്ടിപ്പിന് ഒരു ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് മെസ്സേജാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് തരുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി അള്ളാഹിനെ കുറിച്ചുള്ള ഈ ഓരോ അറിവും നമ്മളിൽ ഉണ്ടാക്കുന്ന നിലപാട് എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയന്ത്രണവും അധികാരവും, മുൽക്ക്, അതേപോലെ തന്നെ ഹയാത്ത്, മൗത്ത്, ഈ പ്രകൃതിയിലെ നിയന്ത്രണം ഒക്കെ നമ്മിൽ എന്താണ് വികാരം ഉണ്ടാക്കേണ്ടത്, നമ്മിൽ എന്ത് നിലപാടാണ് ഉണ്ടാക്കേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന്, പിന്നെ മറ്റൊന്നിനും വിധേയപ്പെടാതിരിക്കാൻ അതെന്ത് ചെയ്യും, നമുക്ക് ശക്തി തരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ പ്രപഞ്ചത്തിൻ്റെ മുൽക്കുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ എന്ന ബോധം വരുന്നത് ഒരു ഫാസിസ്റ്റിന് മുന്നേയും ഒരു അധികാരിക്ക് മുന്നേയും ആരാധിപത്യം കാണിച്ചാലും ഒരാൾക്ക് മുന്നിലും തലകുനിക്കാത്തവരാകണം നമ്മൾ എന്നുള്ളൊരു ബോധം തരും. ഒന്ന്. രണ്ട്, നമ്മുടേതല്ല ഒന്നും എന്നൊരു നിലപാട് നമുക്ക് തരും. നമ്മുടേതല്ല ഒന്നും എന്ന് പറയുന്നത് ഭയങ്കര ആത്മവിശ്വാസം നമുക്ക് തരും. നമ്മുടേതാണ് എല്ലാം എന്ന് ചിന്തിക്കുമ്പോഴാണ് നഷ്ടപ്പെടാൻ നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുക. നമ്മുടേതല്ല ഒന്നും. അതുകൊണ്ടാണ് മരിക്കുമ്പം അസാബത്തുഹും മുസീബത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് എന്ന് എന്താ പറയേണ്ടത്, ഇന്നാലില്ല, നമ്മൾ അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അള്ളാഹിൻ്റെതാണ്, അള്ളാഹുവിൽ നിന്നാണ്. പിന്നെ ഈ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മളൊരു പരിധിയിലപ്പുറം എന്തിനാണ് പറയുക. അപ്പോൾ ഇത് നമ്മളിലൊരു പ്രത്യേക, ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണ് സൂറ ഹദീദിൽ ആദ്യം അള്ളാഹിനെ കുറിച്ച് ഇത്രയും വൈഡ് പിക്ചർ തരുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പം അള്ളാഹു എന്ന മാലിക്ക് നമ്മുടെ മുന്നിൽ വരണമെന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പിന്നെ ജീവിതവും മരണവും അവൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഒരു പരിധിയിലപ്പുറം ഒരു മരണവും എന്ത് ചെയ്യൂല, നമ്മളിൽ നിരാശ ഉണ്ടാക്കൂല. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹുവാണ് യുഹീ വയുമീത്. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും അവനിലേക്ക് മടങ്ങുന്നു എന്നുള്ളത് എന്ത് ചെയ്യും, എല്ലാ നിയന്ത്രണവും അവനാവുമ്പം നമുക്ക് ആകെക്കൂടെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്, തവക്കുലാണ് എന്ന ബോധം നമുക്കുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദിക്ർ ചെയ്യുന്ന ഒരു ദിക്ർ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കുലില്ല. രാവിലെ പറയും, നമ്മളൊരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ഈ പ്രഭാതത്തിൻ്റെ എല്ലാ മുൽക്കും ആധിപത്യവും അള്ളാഹുവിന് മാത്രം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരവും പറയുമായിരുന്നു. അതേപോലെ ഖദറിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അള്ളാഹു ഖദീറാണ് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മളിൽ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ്സോ ഒരു എക്സ്ട്രീം സാഡ്നെസ്സോ ഭയങ്കര ആത്യന്തികമായ നിരാശയോ ഭയങ്കരമായ സന്തോഷം എന്ത് ചെയ്യൂല, നമ്മളിൽ അതുണ്ടാകൂല. കാരണം അള്ളാഹു നിർണയിച്ച് അള്ളാഹിൻ്റെ കണക്ക് പ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് അള്ളാഹു എന്ന ഖദീർ നമ്മുടെ മനസ്സിലുണ്ടായാൽ അതാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വികാരം. അള്ളാഹു എന്ന അസീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന എന്താണ്, തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയുടെ ആൾക്കാർ എന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഹക്കീം എന്നുള്ളത് നിങ്ങൾ ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രയോഗിച്ച സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ കുറേ സ്ഥലങ്ങളിൽ അത് പ്രയോഗിച്ചത് അള്ളാഹിൻ്റെ നിയമങ്ങൾ പറഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ തലാഖിൻ്റെ നിയമം പാലിക്കുക. കാരണം എന്താണ്, അള്ളാഹു അൽ ഹക്കീമാണ്. അള്ളാഹു യുക്തിയുള്ളവനാണ്, വിവേകമുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഓരോ നിയമവും പാലിക്കാൻ എന്ത് ചെയ്യും, നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ തരും എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും അള്ളാഹിനെ കുറിച്ചുള്ള ഓരോ അറിവും നമ്മുടെ മനസ്സിൽ ഓരോ വികാരങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ സൂറത്തിൽ വിശദീകരിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതേസമയം തന്നെ ഞാൻ നിങ്ങളോട് സ്വന്തമായി ഒന്നും കൂടി പഠിക്കണമെന്ന് പറയുന്നൊരു ആയത്ത്, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു എന്നുള്ള പ്രയോഗം നമ്മളൊന്നും കൂടി എന്ത് ചെയ്യുക, ഒന്നുകൂടി പഠിക്കേണ്ടുന്ന വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാത്തിനേക്കാൾ മുന്നേ അവനാണ്, ഒന്നുമില്ലാതിരുന്നപ്പോൾ അവനുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ആ കൺസെപ്റ്റ്? എല്ലാം നശിച്ചു കഴിഞ്ഞാലും അവനുണ്ട് എന്ന കൺസെപ്റ്റ് എന്താണ്? ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും അവൻ മാത്രമേ ഉള്ളൂ എന്ന പ്രയോഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. മിർസ ഗാലിബ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലൊരു വളരെ പ്രശസ്തനായ കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത്, നാഥ കുച്ച് തോ ഹുദാത്ത, ഒന്നുമില്ലാതിരുന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആരുണ്ടായിരുന്നു? അള്ളാഹു, ഹുദ, ദൈവമുണ്ടായിരുന്നു. കുച്ച് ന ഹോത്ത തോ ഹുദ ഹോത്ത, ഇനി നമ്മളൊന്നും ഇല്ല എന്ന് വെക്കുക, ഇനി ഒന്നും ഇല്ലായിരുന്നു എന്ന് വെക്കുക, അപ്പോഴും ആരുണ്ടാവുമായിരുന്നു? ദൈവം, അള്ളാഹു ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നൊരു പ്രയോഗമുണ്ട്,
ദുബോയ മുജ്കോ ഹോനേനെ, ഞാൻ ഉണ്ടായിപ്പോയി എന്നുള്ളത് തന്നെ എന്നെ ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ അള്ള എന്ന വലിയ പ്രപഞ്ചത്തിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നുമല്ലാതെ ആകുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് നഹോത്താ മേ തോ ക്യാ ഹോത്താ, ഞാനിപ്പോൾ ഇവിടെ ഇല്ലാന്ന് വെക്കുക, എന്താ സംഭവിക്കാൻ പോകണം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനെന്നത് തുച്ഛമായ ഒരു സൃഷ്ടിപ്പാണ്. അള്ള മാത്രമുള്ള, അള്ളാൻ്റെ പ്രസൻസ് മാത്രമുള്ള ഈ ലോകത്ത് നമ്മളില്ല എന്നുള്ളത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും എല്ലാ ഈഗോകളും പുറത്തു കൊടുക്കാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലെ എല്ലാ വൈര്യവും എന്ത് ചെയ്യും, ഒന്നുമല്ലാതെയാകും എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ബാ യസീദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പിന്നെ ഈ ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിക്കും, അള്ളാഹു മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചോദ്യമാണ്, അള്ളാഹു മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം മറുപടി എന്താണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ വിഷയം ഇതും കൂടെ പറഞ്ഞാൽ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വിഷയം എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹ് നിറഞ്ഞു നിൽക്കുന്ന, അള്ളാഹ് എവിടെയുമുള്ള, അതാണ് നമ്മുടെ പ്രചോദനം. എന്തും ചെയ്യാനുള്ള പ്രചോദനം അള്ളയാണ് ഫുൾ അധികാരത്തിൽ എന്നുള്ളതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്, നമ്മുടെ കോൺഫിഡൻസ്. അതാണ് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതെന്താണ്? സബ്ബഹലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള്. നമ്മൾ എത്തിച്ചേരേണ്ടുന്ന നിലപാട് തസ്ബീഹാണ്. ആ തസ്ബീഹ് ആര് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? മൊത്തം പ്രപഞ്ചം ചെയ്യുന്നു എന്നാണ് ഖുറാനിൽ പറയുന്നത്. ഖുറാനിൽ മറ്റൊരു പ്രയോഗം പ്രപഞ്ചം മുഴുവൻ സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് ഖുറാൻ പ്രയോഗിക്കുന്നുണ്ട്. ഖുറാനിൽ മറ്റൊരു പ്രയോഗം പ്രപഞ്ചം മുഴുവൻ മുസ്ലിമാണ് എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിമാണ്, നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ട്, നമ്മൾ തസ്ബീഹ് എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മളെപ്പോഴാണ് തസ്ബീഹ് ചെയ്യുന്നത്? നമസ്കാരത്തിലാണ്. നമസ്കാരത്തിൽ നമ്മൾ ആകെക്കൂടെ ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന 2 പ്രയോഗങ്ങളാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, സുജൂദ്, മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ പ്രപഞ്ച വ്യവസ്ഥയെ അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? തസ്ബീഹ് എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും ചെയ്യുന്നുണ്ട്. പൂവ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഖുറാനിൽ ഒരു സ്ഥലത്ത് സൂറ ആൽ ഇംറാനിൽ അള്ളാഹു ചോദിക്കുന്നത് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു ദീന് നിങ്ങൾ തേടുകയാണോ? വലഹു അസ്ലമ, അവന് സമർപ്പിച്ചിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു. മംഫിസ് സമാവാതി വൽ അർള്, എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും മുസ്ലിം ആയിരിക്കെ നിങ്ങൾ മാത്രം മുസ്ലിം ആകാതിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് അള്ളാഹു അതുകൊണ്ട്. അപ്പം തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്ബീഹ് എന്ന് പറയുന്നത് അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് തസ്ബീഹ്. അത് പ്രപഞ്ചം മുഴുവൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹിനെ ഒരാൾക്ക് മൊത്തത്തിൽ മനസ്സിലായ അയാൾ എത്തുന്ന നിലപാട് ഏതാണ്? തസ്ബീഹിൻ്റെ നിലപാടാണ്. ഇനി നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നമസ്കാരം എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? നമസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ എല്ലാ അറിവുകളെയും നമുക്ക് കൃത്യപ്പെടുത്താൻ വേണ്ടിയിട്ടും നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മൾ സുജൂദ് ചെയ്യാണ്. സുജൂദ് എന്നുള്ള പൊസിഷൻ എന്താണ്? പ്രപഞ്ചം സുജൂദ് ചെയ്യുന്നുണ്ട്. നമ്മൾ സുജൂദിൻ്റെ പൊസിഷൻ എന്താണ്? അള്ളാനെ അംഗീകരിച്ചു കൊണ്ടുള്ള പൊസിഷനാണ് സുജൂദ്. ആ സുജൂദിൽ നമ്മൾ പറയുന്ന 2 കാര്യങ്ങൾ എന്താണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. 2 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടും അള്ളാനെ സമ്മതിച്ചു കൊടുക്കുന്ന പൊസിഷനാണ്. ശരിക്കും നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിലൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്യുന്നു, ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള അറിവായിരിക്കും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാം. അള്ളാഹ് മാലിക്കാണ്, അള്ളാഹിൻ്റെയാണ് നിയന്ത്രണം, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന കുറേ അറിവ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ആൾക്കാരുടെ കൂടെയൊക്കെ പോയി പല സ്ഥലത്തും പോകുമ്പോൾ മെല്ലെ എന്ത് ചെയ്യുന്നു? ഇത് നഷ്ടപ്പെടുന്നു. നമ്മൾ 5 നേരം സുബഹിക്ക് എന്ത് ചെയ്യുന്നു? ളുഹറിന് നമസ്കരിക്കാൻ വേണ്ടി വരുന്നു. എന്നിട്ട് പ്രപഞ്ചം തസ്ബീഹ് ചെയ്യുന്നത് പോലെ നമ്മൾ തസ്ബീഹ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ആ സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ഓർമ്മപ്പെടുത്തൽ എന്താണ്? അള്ളാഹിൻ്റെതാണ് മുൽക്ക്, അള്ളാഹിൻ്റെതാണ്, അള്ളയാണ് അൽ ഹക്കീം, അള്ളാഹു ആണ് അൽ അസീസ്, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഓർമ്മപ്പെടുത്തി നമ്മളെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുന്ന പരിപാടിൻ്റെ പേരാണെന്ത്?
നമസ്കാരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാൻ്റെ അറിവുകളെ ഒന്നും കൂടി നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു ആഖിറ പേഴ്സ്പെക്റ്റീവ് നമ്മുടെ മനസ്സിന് പിന്നെയും കൊണ്ടിട്ടിട്ട് പിന്നെ നമ്മളെ ഭൂമിയിലേക്ക് അയക്കുന്ന പരിപാടിൻ്റെ പേരാണ് എന്ത്? നമസ്കാരം എന്ന് പറയുന്നത്. അവസാനത്തെ ഒരു പോയിന്റ് അല്ലാമ ഇക്ബാലിൻ്റെ അള്ളാനെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. അതിൽ അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, പ്രാർത്ഥന എന്നത് ഒരാൾക്ക് സ്വയം തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരാൾക്ക് സ്വയം തിരിച്ചറിവ്, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിവ് ലഭിക്കുകയാണ്. അതിൽ സ്വന്തത്തെ തേടുന്ന ആത്മാവ് സ്വയം ഇല്ലാതായിക്കൊണ്ട് സ്വന്തത്തെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? അള്ളാനെ അംഗീകരിക്കുകയാണ്. അള്ളയാണ് എല്ലാം, അള്ളയാണ് എല്ലായിടത്തും, അള്ളാൻ്റെതാണ് എല്ലാം, എൻ്റെ മക്കളും എൻ്റെ സമ്പത്തൊക്കെ അള്ളാൻ്റെതാണ് എന്ന് നമ്മൾ സുജൂദിൽ അള്ളാൻ്റെ മുന്നിൽ ഒന്നുമല്ലാതെയാകാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആരാണ് എന്ന് നമസ്കാരത്തിൽ തിരിച്ചറിയുന്നത്. എന്നിട്ട് ആ നമസ്കാരത്തിലൂടെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ താളത്തിലെ ഒരു ചലനമായി അയാൾ മാറുകയാണ്. എന്ന് വെച്ചാൽ മൊത്തം പ്രപഞ്ചം എന്താ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യാണ്. നമ്മൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ എന്ന് വളരെ ചെറിയ ഭൂരിപക്ഷം, ബാക്കി എല്ലാവരും നമസ്കരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഒരു ഭൂരിപക്ഷം സൃഷ്ടികളും നമസ്കരിക്കുകയാണ്. ഭൂരിപക്ഷം സൃഷ്ടികളും സുബ്ഹാനല്ലാഹ് പറയാണ്. അതിൽ നമ്മളും കൂടി അതിൽ ചേരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ താളത്തിൽ പ്രകൃതിപരമായിട്ട് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് നമുക്ക് കൃത്യമാണ്ട്. അള്ളാഹ് ആരാണ് എന്നുള്ള അറിവ് കൃത്യമായാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ബാക്കി എല്ലാ അറിവുകളും വളരെ ചെറിയ 80% അള്ളാഹിനെക്കുറിച്ചുള്ള ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ സമർപ്പണവും എല്ലാ ത്യാഗവും ഇസ്ലാമിനെ കുറിച്ച് ബാക്കി പറയുന്ന പാഠങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കൂടെ പോകാവുന്ന പോയിന്റാണ്. ഇതാണ് ഒന്നാമത് നമ്മൾ പഠിച്ചൊരു പോയിന്റ്. രണ്ടാമത് എന്തിന് നമ്മൾ നമസ്കരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ ആ അറിവിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? 5 നേരം നമ്മളോട് തന്നെ പറഞ്ഞ് ഒന്നുകൂടി ഉറപ്പിക്കണം. അങ്ങനെയല്ല അങ്ങനെയൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട ആളല്ല, നമ്മൾ അസീസിൻ്റെ ആളാണ്, നമ്മൾ ഹക്കീമിൻ്റെ ആളാണ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണെന്ത്? നമസ്കാരം എന്നുള്ളത്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മൾ അവനെ തിരിച്ചറിയാനും അവൻ്റെ അറിവിലൂടെ ആത്മവിശ്വാസം നേടാനും അതിലൂടെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവൻ ഗസയിലെ ജനങ്ങൾക്ക് സഹായവും ആത്മവിശ്വാസവും ധൈര്യവും ആശ്വാസവുമൊക്കെ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.